ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് 100 ഡേയ്സ് സ്റ്റഡി പ്ലാനിൻ്റെ 2ാം ദിവസത്തിലെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേ 1-ൽ നമ്മൾ അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് പഠിച്ചു. ഓരോ ദിവസവും ചെറിയ ചെറിയ ടോപ്പിക്കുകൾ സിസ്റ്റമാറ്റിക്കലി കവർ ചെയ്താൽ സിലബസ് മുഴുവനായും കംപ്ലീറ്റ് ചെയ്യാനും റിവിഷൻ നടത്താനും നമുക്ക് സാധിക്കും, അല്ലേ? ഇന്ന് ഡേ 2. ഡേ 2-ൽ നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് അക്കൗണ്ടിംഗ് ബേസിക്സ് ആണ് പഠിക്കുന്നത്. ബേസിക്കിന്റെ ഒരു ക്ലാസ് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും മറക്കാതെ കാണണം കേട്ടോ. ഫ്രീ നോട്ട്സിനായി താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെന്റ്, അതായത് ഈ ഇൻഫർമേഷൻ ആർക്കൊക്കെ ഉപകാരപ്പെടും അവരെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നൽകുക എന്നുള്ളതാണ്. ഈ വിവരങ്ങൾ എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നിങ്ങനെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വഴിയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് എവിടെ നിന്നാണ്? കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. പക്ഷെ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ എല്ലാവരും സ്വന്തം രീതിയിൽ ചെയ്താൽ ശരിയാകുമോ? ഇല്ല. കാരണം എന്താ? അവിടെ ട്രാൻസ്പെറൻസി, യൂണിഫോമിറ്റി ഒക്കെ ഇല്ലാതെയാകും. അതുകൊണ്ടാണ് ഗ്യാപ്പ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നത്. ഗ്യാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളക്ഷൻ ഓഫ് അക്കൗണ്ട് റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. ട്രാൻസാക്ഷനുകൾ എങ്ങനെ റെക്കോർഡ് ചെയ്യണം, എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഗൈഡ് ലൈൻ ആണ് ഗ്യാപ്പ് നൽകുന്നത്. ഇതിൽ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അക്കൗണ്ടുകൾ തയ്യാറാക്കാനും അവതരിപ്പിക്കാനും പാലിക്കേണ്ട നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളുമാണ്. ഓരോ കമ്പനിയും അക്കൗണ്ട്സ് തയ്യാറാക്കുമ്പോൾ ഒരുപോലെ ട്രാൻസ്പെറന്റ് ആയി താരതമ്യം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഉണ്ടാക്കാനാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് സഹായിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കമ്പനി കോസ്റ്റ് ഉപയോഗിച്ച് സ്റ്റോക്ക് വാല്യൂ കാണിക്കുമ്പോൾ മറ്റൊരു കമ്പനി മാർക്കറ്റ് പ്രൈസ് ഉപയോഗിച്ചാൽ അക്കൗണ്ട്സ് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് അക്കൗണ്ട്സ് തയ്യാറാക്കുമ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെയാണ് യൂണിഫോമിറ്റി. അക്കൗണ്ടിംഗ് പോളിസീസിലും പ്രാക്ടീസിലുമെല്ലാം ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക, അതായത് എല്ലായിടത്തും ഒരേ രീതിയിലുള്ള അക്കൗണ്ടിങ്. അടുത്തതാണ് കമ്പയറബിലിറ്റി. വിവിധ കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തമ്മിൽ കമ്പയർ ചെയ്യാൻ, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അടുത്തത് റിലയബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. റിലയബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് തുടങ്ങിയവരില്ലേ, അവർക്ക് വിശ്വസിക്കാവുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നൽകുക. AS വഴി നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ അവിടെ മാനിപ്പുലേഷൻ കുറവായിരിക്കും എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അവർക്ക് എന്താ പറയുക, വിശ്വസിക്കാവുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നൽകുക, അതൊരു ഒബ്ജക്റ്റീവ് ആണ്. ഇനി ട്രാൻസ്പെറൻസി എന്ന് വെച്ചാൽ മറച്ചുവെക്കലുകൾ ഒഴിവാക്കുക, എല്ലാം പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതാണ് ട്രാൻസ്പെറൻസിയിൽ പറയുന്നത്. അക്കൗണ്ടിങ്ങിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ നടക്കും AS വഴി ആണെങ്കിൽ, മാനിപ്പുലേഷന്റെ സാധ്യതകൾ കുറയ്ക്കും. ഇതൊക്കെയാണ് AS, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ ഒബ്ജക്റ്റീവ്. ഇതുവഴി അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റിൽ ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ നൽകാൻ കഴിയും. ഇനി അതിന്റെ ഇമ്പോർട്ടൻസും ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ. എന്തുകൊണ്ടായിരിക്കും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇത്ര ഇമ്പോർട്ടന്റ് ആകുന്നത്? ഒന്നാമത്തേത്, നമുക്ക് ഇൻവെസ്റ്റേഴ്സിനും ലെൻഡേഴ്സിനും ഒക്കെ കോൺഫിഡൻസ് ഉണ്ടാകും. കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ മാനിപ്പുലേഷൻ കുറവായതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വഴി തരുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ട്രൂ ആയിരിക്കും, അല്ലേ? അത് അവർക്ക് കോൺഫിഡൻസ് നൽകും. കാരണം അവരിൽ നിന്നൊന്നും മറച്ചു വെക്കില്ല, അവരൊരു മാനിപ്പുലേഷനോ ഒന്നും നടക്കൽ കുറയും. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ നൽകുന്നു, അല്ലേ? പിന്നെ നമ്മുടെ കമ്പനിയുടെ സാമ്പത്തിക അവസ്ഥ മറ്റൊരു കമ്പനിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മറ്റൊരു വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി കമ്പയർ ചെയ്യാൻ നമുക്ക് കഴിയും. പിന്നെന്താ പറയുന്നത്, അക്കൗണ്ടൻസിനും ഓഡിറ്റേഴ്സിനും ഒക്കെ ഇതൊരു ഗൈഡായി പ്രവർത്തിക്കുന്നു. കാരണം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രോപ്പർ ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം.
റെക്കോർഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, റിപ്പോർട്ടിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രോപ്പർ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോ ഇറ്റ് ആക്ട് ആസ് എ ഗൈഡ്. അടുത്തത് നമ്മൾ ഇഷ്യൂവിംഗ് അതോറിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. സാധാരണമായി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യുന്നത് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ബോഡീസ് അല്ലെങ്കിൽ ബൈ ഗവൺമെന്റ് അല്ലെങ്കിൽ അതർ റെഗുലേറ്ററി ബോഡീസ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യുന്നത്. ഇന്ത്യയിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നിർമ്മിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് വഴിയാണ് ICAI അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യുന്നത്. ഇന്ത്യയിൽ ICAI ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് നടപ്പാക്കുകയും നോട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, അതായത് ഗവൺമെന്റ് ആണ് ചെയ്യുന്നത്. കൂടാതെ NFRA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, ഇവരുമായി ആലോചിച്ചിട്ടാണ് ഇത് നടത്തുന്നത്. ഇനി ICAI അത് നിലവിൽ വന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്ട് 1949 പ്രകാരമാണ്. ICAI റെക്കമെൻഡ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നോട്ടിഫൈ ചെയ്യുന്നു. കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് MCA ഇത് ചെയ്യുന്നത്. അടുത്തത് NFRA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ്, അതും കമ്പനീസ് ആക്ട് 2013 പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തൊരു അതോറിറ്റിയാണ് NFRA. അടുത്തത് ഹൈറാർക്കി ഓഫ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ഇൻ ഇന്ത്യ ആണ് പറയുന്നത്. ഇതൊന്നുമില്ല, നമ്മൾ ഇത്ര നേരം പറഞ്ഞത് തന്നെയുള്ളൂ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ICAIയുടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് അല്ലേ, അത് സ്റ്റാൻഡേർഡ് ഡ്രാഫ്റ്റ് ചെയ്യുന്നു. ആ ചെയ്ത ഡ്രാഫ്റ്റ് പബ്ലിക് കമന്റ്സ് അറിയാൻ വേണ്ടിയിട്ട് അത് ഇഷ്യൂ ചെയ്യുന്നു. അതിനുശേഷം ICAI കൗൺസിൽ അത് റിവ്യൂ ചെയ്യുന്നു. റിവ്യൂ ചെയ്തതിന് ശേഷം MCAയുടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് അയക്കുന്നു. MCA NFRAയുമായിട്ട് ആലോചിച്ചതിന് ശേഷം ഈ സ്റ്റാൻഡേർഡിനെ എന്ത് ചെയ്യുന്നു, നോട്ടിഫൈ ചെയ്യുന്നു. അണ്ടർ കമ്പനീസ് ആക്ട് പ്രകാരം നോട്ടിഫൈ ചെയ്യുന്നു. ഒരിക്കൽ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായും ദേ ബിക്കം ലീഗലി ബൈൻഡിങ്, അതെന്തായി ഒരു നിയമമായി അല്ലേ, നമ്മൾ പിന്നെ അത് ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡായി മാറുന്നു. ഇങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ ടൈപ്സ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ ആണ് പറയുന്നത്. ഒന്നാമത്തേത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ICAI പുറത്തിറക്കിയ MCA അംഗീകാരം നേടിയ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ്. അതിപ്പോൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിനാണ് കേട്ടോ. രണ്ടാമത്തേതെന്ന് വെച്ചാൽ INDAS ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. IFRS ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് അടിസ്ഥാനമാക്കിയിട്ടാണ് INDAS നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് പൊതുവെ ആപ്ലിക്കബിൾ ആയിരിക്കുന്നത് ലിസ്റ്റഡ് ആൻഡ് ലാർജ് എൻറ്റിറ്റീസിനാണ്. അതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ INDAS 1 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, INDAS 2 ഇൻവെന്ററീസ് തുടങ്ങിയവയാണ് അതിന്റെ ഉദാഹരണം. അടുത്തത് നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പഠിക്കുകയാണേ. ICAI 32 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും നമ്മൾ അതിന്റെ ലിസ്റ്റ് നമ്മൾ പഠിക്കുകയാണ് കേട്ടോ. പ്രധാനമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഇതിന്റെ പേരുകൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ, എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസി, അതായത് സിഗ്നിഫിക്കന്റ് അക്കൗണ്ടിംഗ് പോളിസീസ്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അക്കൗണ്ടിംഗ് പോളിസീസ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. അടുത്തത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2, അത് വാലുവേഷൻ ഓഫ് ഇൻവെന്ററി ആണ്. അതെന്താന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെന്ററി ഷുഡ് ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ. ഒന്നെങ്കിൽ കോസ്റ്റോ അല്ലെങ്കിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ, മാർക്കറ്റ് വാല്യൂ, അതിൽ ഏതാണോ ഏറ്റവും കുറവ് അതിലാണ് സ്റ്റോക്ക് വാല്യൂ ചെയ്യേണ്ടതെന്ന് പറയുന്നതാണ് AS2 വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി. ഇത് എപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത AS3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പ്രസന്റേഷൻ, നമ്മൾ ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റി, ഇങ്ങനെ 3 രീതി ക്ലാസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. ആ ക്ലാസിഫിക്കേഷനും അതിന്റെ പ്രസന്റേഷനും ഒക്കെ അതിനെക്കുറിച്ച് പറയുന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അടുത്ത AS4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിജൻസ് ആൻഡ് ഇവന്റ്സ് ഒക്വയറിംഗ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷം
വരുന്ന അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. അതേപോലെ കണ്ടിജന്റ് ലയബിലിറ്റി, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, കണ്ടിജന്റ് ലയബിലിറ്റി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് നോട്ട്സ് ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതാണ് AS4. അടുത്തത് AS5, നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്, പ്രയർ പീരീഡ് ഐറ്റംസ് ആൻഡ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് പോളിസീസ്. ഇത് പറഞ്ഞിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്, പ്രയർ പീരീഡിന് മുൻപുള്ള ഐറ്റംസ്, നമ്മുടെ പോളിസീസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ തുടങ്ങിയ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ഡിസ്ക്ലോസ് ചെയ്യണം, അതിനെക്കുറിച്ച് പറയുന്നതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 5. അടുത്ത അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 6. 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് വിഡ്രോ ചെയ്തിട്ടുണ്ട്, അത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായിട്ട് മെർജ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 6 പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിംഗ് ആണ്. മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ ഒക്കെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഓർക്കണം, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് വിഡ്രോ ചെയ്തു, അത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10 മെർജ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 7, കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്. അതായത് ലോങ് ടൈം കോൺട്രാക്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതിന്റെ കോൺട്രാക്ട് റവന്യൂ എക്സ്പെൻസും ഒക്കെ നമ്മൾ എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് പറയുന്നതാണ് AS7 കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്. അടുത്തത് AS9 റവന്യൂ റെക്കഗ്നേഷൻ. റവന്യൂ റെക്കഗ്നേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്ന് പറയുന്ന കാര്യമാണ് AS9 റവന്യൂ റെക്കഗ്നേഷനിൽ പറയുന്നത്. അടുത്തത് AS10 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്, ഫിക്സഡ് അസറ്റിനെ കുറിച്ചുള്ളതാണ്. അവിടെ പറയുന്ന അതിന്റെ വാല്യൂ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും, എങ്ങനെ ഫിക്സഡ് അസറ്റ് മെഷർ ചെയ്യും, എങ്ങനെ ഡിപ്രീസിയേഷൻ ഓഫ് ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്, ഓർക്കുക ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നതാണ് ഏത് AS10. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ AS6 AS10 മെർജ് ചെയ്തിരിക്കുന്നതെന്ന്, അതാണ് ഇവിടെ പറഞ്ഞത് ഡിപ്രീസിയേഷൻ ഓഫ് ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്. അടുത്തത് AS11 the effect of changes in foreign exchange rate. ഇത് പറയുന്നത് ഫോറിൻ കറൻസി ട്രാൻസാക്ഷനുമായി ഉണ്ടാകുന്ന ഡീലിങ്സിനെയൊക്കെ കുറിച്ചാണ് AS11 പറയുന്നത്. ഓർക്കുക, ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇതിന്റെ പേരുകളും ഈ സ്റ്റാൻഡേർഡ് നമ്പറും പേരുകളുമാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അതാണ് എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻ കാണിച്ചു തരുന്നതാണ്, അവിടെ നമുക്ക് കാണാം. അടുത്തത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 12, അക്കൗണ്ടിംഗ് ഫോർ ഗവൺമെന്റ് ഗ്രാൻസ്. ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻസ്, സബ്സിഡീസ് എങ്ങനെ റെക്കോർഡ് ചെയ്യണം, എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണം എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 12. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 13, അക്കൗണ്ടിംഗ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്സ്. ഇൻവെസ്റ്റ്മെന്റിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, അതെങ്ങനെ മെഷർ ചെയ്യാം, അതിന്റെ വാല്യുവേഷൻ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതാണ് ഈ സ്റ്റാൻഡേർഡ്. അടുത്തതാണ് AS14, അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻ. അമാൽഗമേഷന്റെ സമയത്തുള്ള ട്രീറ്റ്മെന്റ്, പിന്നെ അവിടെ നമ്മൾ ഗുഡ് വില്ലിന്റെ റിസർവ്സിന്റെ ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയില്ലേ, ആ കാര്യങ്ങളെ കുറിച്ചുള്ളതാണ് ഈ സ്റ്റാൻഡേർഡിൽ പറയുന്നത്. അടുത്തത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 15, എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്. എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ അവർക്ക് ഉള്ള പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, പെൻഷൻ തുടങ്ങിയ എക്സ്പെൻസസ് ഒക്കെ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാം എന്ന് പറയുന്നതാണ് ഈ സ്റ്റാൻഡേർഡിൽ. അടുത്തത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 16, ബോറോയിങ് കോസ്റ്റ്. ബോറോയിങ് കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം എന്താ പറയുക, ഡിബഞ്ചർ ഒക്കെ ചെയ്ത് അതിനൊരു ഇൻട്രസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ, അത് എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാം തുടങ്ങിയവ കാര്യങ്ങൾ പറയുന്നതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 16. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17 പറയുന്നത് സെഗ്മെന്റ് റിപ്പോർട്ടിംഗ് ആണ്. സെഗ്മെന്റ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് നമ്മുടെ തന്നെ ഡിഫറെന്റ് ബിസിനസ്സിൽ നിന്നുള്ള അതിന്റെയൊക്കെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാം എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17. അടുത്തത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 18, റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ ആണ്. അതായത് റിലേറ്റഡ് പാർട്ടിയുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാം. റിലേറ്റഡ് പാർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ സബ്സിഡറി ആയിരിക്കാം, നമ്മുടെ ഡയറക്ടേഴ്സുമായിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്, നമ്മുടെ റിലേറ്റീവ്സ്, അങ്ങനെ റിലേറ്റഡ് പാർട്ടീസുമായിട്ട് വരുന്ന ട്രാൻസാക്ഷൻ എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാം എന്ന് പറയുന്നതാണ് റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ ഈ സ്റ്റാൻഡേർഡിൽ പറയുന്നത്. അടുത്ത സ്റ്റാൻഡേർഡ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 19, ലീസസ്. ഇവിടെ പറയുന്നത് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഫോർ ഫിനാൻഷ്യൽ ലീസ് ആൻഡ് ഓപ്പറേറ്റിംഗ് ലീസ്, അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 19 പറയുന്നത്. അടുത്ത അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 20, ഏർണിംഗ്സ് പെർ ഷെയർ. അതിന്റെ കാൽക്കുലേഷനും ഡിസ്ക്ലോഷറും ഒക്കെ പറയുന്നതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 20. ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 21 എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതായത് നമ്മുടെ സബ്സിഡറി കമ്പനീസിന്റെ ഒക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നമ്മൾ ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണം. അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 21. അടുത്തത് 22 എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ഫോർ ടാക്സസ് ഓൺ ഇൻകം.
കറന്റ് ടാക്സും അതിനെ കുറിച്ചൊക്കെ അത് എങ്ങനെ ഡീൽ ചെയ്യാം, അതെങ്ങനെ റെക്കോർഡ് ചെയ്യാം തുടങ്ങിയവ കാര്യങ്ങൾ പറഞ്ഞാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 22. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 23 എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ്സ് ഇൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 23. 24 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ, അതിന്റെ റിപ്പോർട്ടിംഗ് ഓഫ് റിസൾട്ട്സ് ഓഫ് ഓപ്പറേഷൻ, ഈ ഡിസ്കണ്ടിന്യൂ ചെയ്ത ഓപ്പറേഷന്റെ റിസൾട്ട്സ് അതിന്റെ റിപ്പോർട്ടിംഗ്, അത് ഡിസ്ക്ലോസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 24. അടുത്ത അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 25 എന്ന് വെച്ചാൽ ഇന്റീരിയർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. നമ്മള് ഫിനാൻഷ്യൽ റിസൾട്ട് ഒക്കെ പകുതി പീരീഡിൽ, അതായത് ആനുവലി അല്ലാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് പ്രസന്റ് ചെയ്ത് ഫിനാൻഷ്യൽ റിസൾട്ട് പ്രിപ്പയർ ചെയ്യും. അതായത് ക്വാർട്ടർലി, ഹാഫ് ഇയർ ആകുമ്പോൾ നമ്മളൊന്ന് ഇത് ചെയ്തു നോക്കും, ഫിനാൻഷ്യൽ ഇത് തയ്യാറാക്കിയിട്ട് അതിന്റെ റിസൾട്ട്സ് കണ്ടുപിടിക്കും. അതിനെ കുറിച്ച് പറയുന്നതാണ് AS25 ഇന്റീരിയർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അടുത്ത അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 26. ഇത് നോക്കി വെച്ചേക്കും കേട്ടോ. ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ റെക്കഗ്നേഷനും അമോർട്ടൈസേഷൻ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമുക്ക് തൊടാനും കാണാനും ഒന്നും കഴിയാത്ത കാര്യം ആണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അതായത് പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ഗുഡ് വില്ല്, അതിന്റെ റെക്കഗ്നേഷനും അമോർട്ടൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ വാല്യൂ ഓരോ വർഷം തോറും കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഫിക്സഡ് അസറ്റിന് ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത് പോലെ ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അമോർട്ടൈസേഷൻ. ആ വക കാര്യങ്ങളെല്ലാം പറയുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 26ലാണ്. അടുത്തത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 27 ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ജോയിന്റ് വെഞ്ചേഴ്സ്. ഈ ജോയിന്റ് വെഞ്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കുറിച്ച് പറയുന്നതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 27. അടുത്ത അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 28 ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്. അതെന്തെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസറ്റ് അവരുടെ റിക്കവറബിൾ എമൗണ്ടിനേക്കാളും കൂടുതലായിട്ട് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കാൻ ആ വക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 28. ഇനി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 29 പറയുന്നത് പ്രൊവിഷൻസ്, കണ്ടിജന്റ് ലയബിലിറ്റി ആൻഡ് കണ്ടിജന്റ് അസറ്റ്. അതായത് നമ്മൾ പ്രൊവിഷൻസ് ഒക്കെ വെക്കില്ലേ, പ്രൊവിഷൻസും കണ്ടിജൻസിയും, അതെങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാം, മെഷർ ചെയ്യാം, ഡിസ്ക്ലോസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 29. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറന്റ് നമുക്ക് എത്ര അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉള്ളൂ? 29 ഉള്ളൂ. 29 ആണ് നിലവിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉള്ളൂ. മറ്റേത് ചിലതൊക്കെ നമ്മൾ റിവൈസ് ചെയ്തു, അല്ലെങ്കിൽ മറ്റേതുമായിട്ടൊക്കെ മെർജ് ചെയ്തു. അങ്ങനെ 29 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇപ്പം നിലവിലുള്ളൂ. നമുക്കിനി ഈ ഭാഗത്ത് നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയാണേ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് AS2 ഡീൽസ് വിത്ത്. ഏതായിരിക്കും? നമ്മൾ ഇത്ര നേരം പറഞ്ഞതാണ്, ഒന്ന് ആലോചിച്ച് നോക്കണേ. ഓപ്ഷൻ എ റവന്യൂ റെക്കഗ്നേഷൻ, ബി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, സി വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി, ഡി അക്കൗണ്ടിംഗ് ഫോർ ഫിക്സഡ് അസറ്റ്. ഏതായിരിക്കും? സി അല്ലേ? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസ് ആണ്. ഇനി അപ്പൊ നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. റവന്യൂ റെക്കഗ്നേഷന്റെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഏതാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 9. ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡോ ഏതാ? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3. അടുത്തത് അക്കൗണ്ടിംഗ് ഫോർ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഏതായിരുന്നു? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഡിപ്രീസിയേഷനെ കുറിച്ചൊക്കെ പറയുന്നത്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10. അപ്പം ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 25 റിലേറ്റ്സ് ടു. ഓപ്ഷൻസ് പറയുകയാണേ. ഓപ്ഷൻ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ബി ഡിപ്രീസിയേഷൻ അക്കൗണ്ടിംഗ്, സി ഇൻടാഞ്ചിബിൾ അസറ്റ്, ഡി ഇന്റീരിയർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മൾ ഇവിടെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇനി ഡൗട്ട് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നമുക്ക് ഓൾറെഡി അറിയാവുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടാകില്ലേ, കുറച്ചൊക്കെ നമുക്ക് ഓൾറെഡി മനസ്സിൽ ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ഓപ്ഷനിൽ നിന്ന് കട്ട് ചെയ്ത് നോക്കുക. എലിമിനേറ്റ് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാകുക അല്ലേ. ഇപ്പൊ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നേരത്തെ ഓപ്ഷനിൽ പറഞ്ഞില്ലേ, അത് നമുക്കിപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അപ്പൊ അത് കട്ട് ചെയ്യുക. അങ്ങനെ എക്സാമിന് അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ ഏതായിരിക്കും? ആൻസർ ഡി ആണ്, ഇന്റീരിയർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്. ഇനി നമ്മൾ റിവൈസ് ചെയ്യണേ. ഓപ്ഷൻ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഏതായിരുന്നു? 3. അടുത്തത് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഏതായിരുന്നു? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 26.
ഇവിടെയൊക്കെ കണ്ടില്ലേ, നമ്മൾ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ നമ്പർ തന്നിട്ട് അതാണ് ചോദിക്കുന്നത്. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ അത് ഓർത്ത് വെക്കണം കേട്ടോ. കിട്ടുന്നത് അത്രയല്ലേ ഉള്ളൂ, അത് നമ്മൾ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ ആർ ഇഷ്യൂഡ് ബൈ ഓപ്ഷൻ എ സെൻട്രൽ ഗവൺമെന്റ്, ബി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ഡി സെബി. ഏതായിരിക്കും? നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ? ഏതായിരിക്കും? ഓപ്ഷൻ സി, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അപ്രൂവൽ ആരുടെ വാങ്ങണം? MCA ആണ്. അത് നോട്ടിഫൈ ചെയ്ത് ഇത് പബ്ലിഷ് ചെയ്യുന്നത് MCA ആണ്. പക്ഷെ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ആരാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Ind AS 19 ഡീൽസ് വിത്ത്. ഇവിടെ AS അല്ല ചോദിച്ചിരിക്കുന്നത്, Ind AS ആണ്. ഓപ്ഷൻ എ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്, ബി ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്, സി ബോറോവിംഗ് കോസ്റ്റ്, ഡി എംപ്ലോയി ബെനിഫിറ്റ്. ഇവിടെ ഓപ്ഷനിൽ ഏതാണ് ഉത്തരം? എംപ്ലോയി ബെനിഫിറ്റ് ആണ്. ഓർത്തിരിക്കുക, Ind AS 19 എംപ്ലോയി ബെനിഫിറ്റ്. അങ്ങനെയാണെങ്കിൽ Ind AS പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട Ind AS ഏതാന്ന് നോക്കാം. അത് 16 ആണ് കേട്ടോ. 16 ആണ്. ബി ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട Ind AS 36. ഏതാണ്? Ind AS 36 ആണ് ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്. അടുത്തത് ബോറോവിംഗ് കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള Ind AS ആണ് 23. ഏതാണ്? ബോറോയിങ് കോസ്റ്റ്. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിന്റെ Ind AS 16, ഇമ്പയർമെന്റ് ഓഫ് അസറ്റ് 36, ബോറോവിംഗ് കോസ്റ്റുമായിട്ടുള്ള Ind AS 23. അപ്പൊ Ind AS 19 ഏതാണ്? എംപ്ലോയി ബെനിഫിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, the accounting standard related to cash flow statement is option A accounting standard 1, option B accounting standard C, option C accounting standard 5, option D accounting standard 10. ഏതായിരിക്കും? നമ്മൾ കുറെ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ. ഏതായിരിക്കും? ബി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുമായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. നമുക്ക് ഇവിടെ റിവൈസ് ചെയ്യാവേ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 എന്താ പറയുന്നത്? എന്തായിരുന്നു? ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1ൽ പറഞ്ഞത്. എന്തായിരുന്നു? ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ്. 3ൽ ഏതാണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയാണെങ്കിൽ 2 ഏതായിരുന്നു? വാലുവേഷൻ ഓഫ് ഇൻവെന്ററീസ്. ഓക്കെ, ഇനി 5 ആണ് പറയുന്നത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 5 എന്തായിരുന്നു? നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ്, പ്രയർ പീരീഡ് ഐറ്റംസ് ആൻഡ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് പോളിസീസ്. ഇവയാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 5ൽ പറയുന്നത്. ഇനി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10ഓ? നമ്മൾ ഒത്തിരി പഠിച്ചല്ലേ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10 കുറെ ആയില്ലേ പറയുന്നു. എന്തായിരുന്നു? അക്കൗണ്ടിംഗ് ഫോർ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10ൽ പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ഒരു ഇച്ചിരി ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ പോലെ ഉണ്ട് കേട്ടോ, നോക്കാവേ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇൻ ഇന്ത്യ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ. അതായത് ഇവിടെ വർഷം മാത്രമല്ല മാസവും ചോദിക്കുന്നുണ്ട്. എന്നാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്ന്, കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയത്. അപ്പോൾ ഓപ്ഷൻ എ ജൂൺ 1977, ഓപ്ഷൻ ബി ജനുവരി 1978, സി ഏപ്രിൽ 1977, ഡി നൺ ഓഫ് ദിസ്. അല്ലെ, അത് നമ്മൾ കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കണം അല്ലേ, എങ്കിലേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ 1977 ആണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഏപ്രിൽ 21 ഏപ്രിൽ 21, 1977 അന്നാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാലുവേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഇൻവെന്ററി ഈസ്. 1 IAS ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 5. ഓപ്ഷൻ ബി ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 4. ഓപ്ഷൻ സി ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1. ഓപ്ഷൻ ഡി ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2. ഏതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതായിരിക്കും? വാലുവേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 ആണ്. അത് നമ്മൾ ഓൾറെഡി കുറേ ആയി നമ്മൾ പറയുന്നു അല്ലേ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 ആണ് വാലുവേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പം 1 എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ്, പ്രയർ പീരീഡ് ഐറ്റംസ് ആൻഡ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് പോളിസീസ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 5.
അടുത്ത അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിജൻസീസ് ആൻഡ് ഇവന്റ്സ് ഒക്വയറിംഗ് ആഫ്റ്റർ ദി ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ഏതാണ്? കണ്ടിജൻസീസ് ആൻഡ് ഇവന്റ്സ് ഒക്വയറിംഗ് ആഫ്റ്റർ ദി ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 4ൽ പറയുന്നത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 എന്താണ്? വാലുവേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഇൻവെന്ററി. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10 ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെ നമ്മളിപ്പോൾ തന്നെ കുറച്ചൊക്കെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നമുക്ക് മനസ്സിലില്ലേ, കുറെ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ റിവൈസ് ചെയ്താൽ മതി കേട്ടോ. ഇതിന്റെ നോട്ട്സുകൾ വേണ്ടവര് ആ നമ്പർ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ട്സ് അയച്ചു തരുന്നതാണേ. അങ്ങനെ നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന്. എങ്ങനെയാ? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന് നമ്പർ തരും, അതിനുശേഷം അത് ഏതാണെന്ന് കണ്ടുപിടിക്കുക അല്ലേ, അല്ലെങ്കിൽ അത് തന്നിട്ട് ഏതാണ് നമ്പർ, അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ മാക്സിമം അത് പഠിച്ചു വെക്കുക. അത്രയല്ലേ ഉള്ളൂ, അത് നമ്മൾ പഠിച്ചു വെക്കുക. അങ്ങനെയാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ഇപ്പോഴും പറയാണ്, അതിന്റെ നോട്ട്സ് വേണ്ടവര് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അക്കൗണ്ടിംഗ് ബേസിക്സിന്റെ ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ ലിങ്ക് ഇടാം. അത് എന്തായാലും കാണുക. അടുത്ത ഒരു ബേസിക്സിന്റെ ചെറിയൊരു ക്ലാസ്സും കൂടി നമുക്ക് ഉണ്ടാകും. അത് നമ്മൾ ഇന്ന് വൈകുന്നേരം ഈവനിങ് അല്ലെ നൈറ്റോടു കൂടി നമ്മളത് ആ വീഡിയോയും കൂടി ഇടുന്നതാണ് കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. 100 ഡേയ്സും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, നന്നായി പഠിക്കുക. റാങ്ക് ലിസ്റ്റ് കയറുക മാത്രമല്ല, ആ ജോലി നേടുക എന്നുള്ള ലക്ഷ്യം നമുക്ക് എന്തായാലും വേണം. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. പിന്നെ ഈ വീഡിയോ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.